അങ്ങനെ വെറുതെ ഇരുന്നപ്പോഴാണ് അമ്മ പറഞ്ഞൊരു കൊല വെട്ടണമെന്ന്. അപ്പം തന്നെ വെട്ടി. എൻ്റെ മണ്ടേ കൂടെ കൊല വെട്ടിയിടണമെന്ന് പറഞ്ഞ് എന്നെ 2 കൊല്ലം. ഞാൻ പറഞ്ഞ് ആ വാള് വെച്ച് തന്നെ ഇത് വെട്ടിത്തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പറ്റൂല, വാശി പിച്ചാത്തിയിട്ട് തന്നെ അമ്മ മുറിച്ചെടുക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ മുറിച്ചെടുത്ത്. ഞാൻ വിചാരിച്ചു ഇതോടുകൂടി പണി തീർന്നെന്ന് പറഞ്ഞ കൊലയെടുത്ത് അങ്ങോട്ട് പോയപ്പോഴാണ് മോനെ കഴിഞ്ഞില്ല, അടുത്ത പണിയുണ്ട് വാടാന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ ഒരു മൺവെട്ടി എടുത്ത് തന്നിട്ട് പറഞ്ഞത് അവിടെ ഒരു കുഴി ഉണ്ടാക്കാൻ പറഞ്ഞു. ഈ ചെറിയ മൺവെട്ടിയിട്ട് കുഴി കുഴിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞപ്പോൾ അവർ ഉടനെ തന്നെ എനിക്ക് അടുത്ത വലിയ മൺവെട്ടി തന്നു. അങ്ങനെ ആ വലിയ മൺവെട്ടി എടുത്ത് ഞാൻ കഷ്ടപ്പാട് തന്നെ കണ്ട വെട്ടി എൻ്റെ ഊപ്പാട് വന്ന് കല്ലം തറയണത് കാണുമ്പോഴൊന്നുമല്ല. അങ്ങനെ വെട്ടി അവസാനം അത് ഇളവിയപ്പോൾ അമ്മ പറഞ്ഞു ഒരു കുഴപ്പമില്ല, നീ അങ്ങ് വെട്ടിയാതി. ആ വെട്ടിയാതി എന്ന് പറഞ്ഞ സാധനമാണ് ഇപ്പോൾ അവർ പറക്കി കൊണ്ടുപോയത്. എന്നിട്ട് വീണ്ടും ആ ചെറുതിട്ട് തന്നെ വെട്ടി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ തെങ്ങും തൈയാണ് അവിടെ നടാറ്. ആ തെങ്ങും തൈ എടുത്തുകൊണ്ട് വന്നപ്പോൾ അവർ പറഞ്ഞു നിക്കർ വീഴണം. ഞാൻ പറഞ്ഞു എൻ്റെ നിക്കറൊന്നും ഇവിടെ വെച്ച് ഊരാൻ പറ്റില്ല, ആൾക്കാരൊക്കെ കാണുമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു നിൻ്റെ നിക്കറല്ല ഈ നിക്കർ ഊരണമെന്ന് പറഞ്ഞാൽ അവർ ഇതൊക്കെ ഇട്ട് പിടിച്ച് ഇപ്പം എൻ്റെ നിക്കറി കയറി കൊണ്ടുവരെ. അങ്ങനെ അത് കൊണ്ടുവന്ന് അവിടെ വെച്ചതാ സാധനം ഞാൻ പറഞ്ഞ് ഈ കല്ലം തലയിലൊക്കെ ഇരിക്കുമോ. പിന്നെ എൻ്റെ ഐശ്വര്യമുള്ള കൈയിട്ട് വെച്ചതുകൊണ്ട് ഇനിയിപ്പോൾ കൊലച്ച് മൊത്തം കൊലയായിട്ട് നമുക്ക് ഇങ്ങ് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ തെങ്ങ് കഴിഞ്ഞ്